കൊച്ചി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. നാടിനെ രക്ഷിച്ച പ്രധാനമന്ത്രിയാണ് മോദിയെന്ന് രാജീവ് ചന്ദ്രശേഖർ. KPCC ആസ്ഥാനത്തേക്കുള്ള BJP മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. വെള്ളയമ്പലത്തിനും ഇന്ദിരാഭവനും നടുവിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞു. ഡൽഹിയിൽ കലാപം അഴിച്ചുവിടുവാൻ നീക്കമെന്ന് MLA വി മുരളീധരൻ പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിച്ചതാണ്. പ്രസംഗം തുടരുമ്പോഴും പ്രവർത്തകർ ഒരു വശത്ത് ബാരിക്കേഡ് മറിച്ചിടുവാൻ ശ്രമിക്കുന്നുണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞു. സിക്കിമിലെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലെ സ്ഫോടനം, മണ്ണിടിച്ചിലിൽ മരണം 20. സിക്കിമിലെ നാംചി ജില്ലയിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിൽ സ്ഫോടനത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 20. അപകടത്തിൽ കാണാതായ 5 പേരിൽ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷും ഉൾപ്പെടുന്നു. അനീഷിന്റെ ബന്ധുക്കൾ സിക്കിമിലേക്ക് തിരിച്ചു. തിങ്കളാഴ്ചയായിരുന്നു സിക്കിമിലെ നാംചി ജില്ലയിലുള്ള തീസ്ത 6ാം ഘട്ട ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന തുരങ്കത്തിൽ മണ്ണിടിച്ചിലുണ്ടായത്. തിരഞ്ഞെടുപ്പിനായി കൊണ്ടുവന്ന പണം നേതാക്കൾ തട്ടിയെടുത്തു. 17 ചാക്കുകളിലായി 25 കോടി രൂപ എത്തി. BJPക്കെതിരെ തൃശൂർ ജില്ലാ മുൻ ഓഫീസ് സെക്രട്ടറി. BJPക്കെതിരെ ഗുരുതര ആരോപണവുമായി തൃശൂർ ജില്ലാ മുൻ ഓഫീസ് സെക്രട്ടറി P. അക്ഷയ്. തെരഞ്ഞെടുപ്പിനായി കൊണ്ടുവന്ന പണം നേതാക്കൾ തട്ടിയെടുത്തെന്ന് അക്ഷയ് ആരോപിച്ചു. 17 ചാക്കുകളിലായി 25 കോടി രൂപ എത്തി. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KK സുരേഷ്, KK അനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പണം അപഹരിച്ചത്. ഇതിന് കൂട്ടുനിൽക്കാത്തതിനാലാണ് തന്നെ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും പുറത്താക്കിയതെന്നും അക്ഷയ് ആരോപിച്ചു. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ആദ്യം മുതൽ CJP സമരത്തിൽ പങ്കെടുത്തിരുന്നു. പിന്തുണയുമായി പിണറായി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന സമരം കേന്ദ്ര സർക്കാർ അടിച്ചമർത്തുവാൻ ശ്രമിക്കും തോറും കൂടുതൽ ജനപിന്തുണ ആർജിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായും പിണറായി വിജയൻ പറഞ്ഞു. വെമ്പായം ബാറിലെ ഏറ്റുമുട്ടൽ, സംഘർഷത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ പ്രതി അനീഷ് മരിച്ചു. തിരുവനന്തപുരം വെമ്പായം ബാറിലെ സംഘർഷത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ പ്രതി അനീഷ് മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംഭവത്തിൽ 2ാമത്തെ മരണമാണിത്. സംഘത്തിൽ ഉണ്ടായിരുന്ന നവാസ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. മരിച്ച അനീഷ് സമീപത്തെ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി ബാറിൽ എത്തിയ ശേഷം തീ കൊളുത്തുകയായിരുന്നു. തീ കൊളുത്തുന്നതിനിടയിൽ അനീഷിനും പൊള്ളലേൽക്കുകയായിരുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പാലാ നഗരസഭ ഭരിക്കുവാൻ ഇല്ലെന്ന് കേരള കോൺഗ്രസ് M. കോൺഗ്രസ് പുറത്താക്കിയ കൌൺസിലർമാരെ പിന്തുണയ്ക്കും. പാലാ നഗരസഭ ഭരിക്കുവാനില്ലെന്ന് കേരള കോൺഗ്രസ് M. ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ പുറത്താക്കിയ കോൺഗ്രസ് കൌൺസിലർമാരെ പിന്തുണയ്ക്കും. വിപ്പ് ലംഘിച്ച വിമത കൌൺസിലർമാരെ അയോഗ്യരാക്കുവാനുള്ള നടപടികൾ കോൺഗ്രസ് ഉടൻ സ്വീകരിക്കും. കോൺഗ്രസ് വികാരത്തിനൊപ്പമാണെന്നും വിവിധ കൌൺസിലർമാരും പറഞ്ഞു. ഞങ്ങളുടെ സമയം പാഴാക്കരുത്. CJP സമരത്തിനെതിരായ പോലീസ് നടപടി സംബന്ധിച്ച ഹർജി അടിയന്തരമായി ലിസ്റ്റ് ചെയ്യുവാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തിങ്കളാഴ്ച രാജ്യതലസ്ഥാനത്തെ സമരത്തിന് നേരെയുള്ള പോലീസ് നടപടി സംബന്ധിച്ച ഹർജി അടിയന്തരമായി ലിസ്റ്റ് ചെയ്യുവാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തങ്ങളുടെ സമയം പാഴാക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങളുണ്ടെന്ന് ഹർജിക്കാരൻ. തങ്ങൾക്ക് വീഡിയോ കാണുവാൻ താൽപര്യവും സമയവുമില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.